നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഓരോ കുട്ടിയും നമ്മുടെ എക്സാം ഹോളിലേക്ക് കിടക്കുന്നത് നല്ലൊരു പ്രതീക്ഷയോട് കൂടിയാണ് അല്ലേ. നല്ലൊരു പെർസെൻറ്റേജ് വാങ്ങണം, നല്ലൊരു കോളേജിൽ അഡ്മിഷൻ നേടണം എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് നമ്മളൊരു എക്സാം ഹോളിലേക്ക് കിടക്കുന്നത്. അപ്പം ഈ എക്സാമിന് കയറുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഈ ആത്മവിശ്വാസം നമ്മളെ എക്സാം ഹോളിൽ കയറിക്കഴിഞ്ഞും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ലെവലിൽ ഒരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. സാധാരണ എല്ലാ കുട്ടികൾക്കും എക്സാം ഹോളിൽ കയറി കഴിയുമ്പോഴത്തേക്കിന് നോർമലി ഒരു സ്ട്രെസ്സ് ഉണ്ടാകുന്നത് പതിവാണ്. അപ്പം ഈ സ്ട്രെസ്സ് നമുക്ക് കൂടുന്നതനുസരിച്ച് നമ്മുടെ എക്സാമിലുള്ള കോൺസെൻട്രേഷനും അതുപോലെ തന്നെ നമ്മുടെ എക്സാമിൽ കൊടുക്കുന്ന ഇൻപുട്ടും ചിലപ്പോൾ ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. അത് എത്ര നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെയും അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമ്മുടെ റിസൾട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ഇത് സംഭവിച്ചേക്കാം. അപ്പം എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പം ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, ഞാൻ പ്രതീക്ഷിച്ചത്ര ഒരു സ്കോർ എനിക്ക് ചിലപ്പോൾ ലഭിക്കില്ല, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു പെർസെൻറ്റേജ് എനിക്ക് ലഭിക്കില്ല എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ മക്കളെല്ലാവരും നിങ്ങളോട് ചിലപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അത്രയും സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ വീണ്ടും പല കാര്യങ്ങളും പറഞ്ഞ് സ്ട്രെസ്ഡ് ആക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഓരോ കുട്ടിയും നല്ലൊരു പെർസെൻറ്റേജ് ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കും എക്സാം ഹോളിലേക്ക് കയറിയിട്ടുണ്ടാകുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ടെൻഷനോ കാരണം ചിലപ്പോൾ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം എക്സാമിന് മുന്നേ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് ചിലപ്പം എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടായെന്ന് വരികയില്ല. അപ്പം എക്സാമിന് മുന്നേ എങ്ങനെയാണോ നമ്മുടെ കുട്ടിയുടെ കൂടെ ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുത്ത് നമ്മൾ കൂടെ നിന്നത്, അതേപോലെ തന്നെ ആയിരിക്കണം ഇനിയും നമ്മൾ കൂടെ നിൽക്കേണ്ടത്. JEE മെയിൻ 2024 ഒരുപക്ഷെ ആഗ്രഹിച്ച പെർസെൻറ്റേജ് കിട്ടിയവരേക്കാൾ കൂടുതൽ അത് കിട്ടാത്തവരായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ കുട്ടികളിൽ പലരും അവരാഗ്രഹിച്ച ഒരു പെർസെൻറ്റേജിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല. സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും അവർ. പാരൻസ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യമെന്ന് പറയുന്നത് JEE മെയിൻ 2024 ഫസ്റ്റ് ഫേസ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ എന്നും ഇനിയും അവസരങ്ങൾ ഒരുപാട് അവർക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ടെന്നും അവരെ ബോധ്യപ്പെടുത്തലാണ്. സെക്കൻഡ് ഫേസ് വരാൻ പോകുന്നു. ഇനിയുള്ള സമയം ആത്മാർത്ഥമായി ഹാർഡ് വർക്ക് ചെയ്താൽ അവർക്ക് സെക്കൻഡ് ഫേസ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നവരെ ബോധ്യപ്പെടുത്തുക. അതല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാമുകൾ ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇനിയും ബാക്കിയുണ്ട് എന്നും JEE മെയിൻ 2024 ഒരിക്കലും ഒരു ലാസ്റ്റ് ഓപ്ഷൻ അല്ല, പക്ഷെ അത് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ മതി. തീർച്ചയായും ഇതൊരു തുടക്കം മാത്രമാണ്. സെഷൻ 1ന്റെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇൻ കേസ് നമ്മുടെ കുട്ടികൾക്ക് സെഷൻ 1 ഡിഫിക്കൽട്ട് ആണെങ്കിൽ നീ ഇനി ഇത് നോക്കേണ്ട, നിന്നെ കൊണ്ട് ഇതിന് കഴിയില്ല, നിനക്കൊരിക്കലും JEE ക്വാളിഫൈ ചെയ്യാൻ കഴിയില്ല, നിനക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ കുട്ടികളോട് സംസാരിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷേ സോറിയിൽ ഒതുക്കി തങ്ങളുടെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിപ്പിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് തുടക്കമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ഇനിയും ഒരുപാട് എക്സാംസ് വരാനുണ്ട്. സെഷൻ 2 നമുക്ക് വരാനിരിക്കുന്നു, JEE മെയിൻ. അതുപോലെ കുസാറ്റ് എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ട്, ബിറ്റ്സാറ്റ് വരാൻ പോവുകയാണ്, VIT EEE വിളിച്ചിരിക്കുകയാണ്, മണിപ്പാൽ എക്സാമിനേഷൻ ഓപ്പൺ ആണ്, അമൃതയുടെ എക്സാമിനേഷൻ നമ്മൾ എഴുതുന്നു, കീം എക്സാമിനേഷൻ വരുന്നു. ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ ഇനിയും വരാൻ പോകുന്നുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ കുട്ടികൾ ചെയ്ത ഹാർഡ് വർക്ക് സെഷൻ 1ന് വേണ്ടി മാത്രമല്ല എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണോ നമ്മൾ ഇത്രയും കാലം നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്തത്, മെന്റലി നമുക്ക് ഇനിയും നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാം. സോ കുട്ടികളുടെ ഈ യാത്രയിൽ പാരൻസിന്റെ കൂടെ ഞങ്ങളും ഉണ്ടാകും. ലെറ്റ്സ് സ്റ്റേ ടുഗദർ, ലെറ്റ്സ് ഫൈറ്റ് ടുഗദർ, ലെറ്റ്സ് വിൻ ടുഗദർ.